ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിവിടെ പരിശോധിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഹുവായിൻ്റെ Y9S അതുപോലെ തന്നെ റെഡ്മിൻ്റെ നോട്ട് 9S ആണ്. ഈ രണ്ട് ഫോണും ഇവിടെ പരിചയപ്പെടുത്താനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരുപാട് പേരുള്ള, അതായത് 9S എന്ന് ആണ് അവസാനിക്കുന്നത്. അപ്പോൾ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള ഒരു ഫോണുകളാണ്. പിന്നെ പറഞ്ഞാൽ വിലൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടും 85 റിയാൽ, ഏകദേശം നാട്ടിലെ ഒരു 17 റുപ്യേൻ്റെ ആ റേഞ്ചിൽ വരുന്ന രണ്ട് ഫോണുകളാണ്. പിന്നെ അതിൻ്റെ കോൺഫിഗറേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ 6 GB റാം, 128 GB സ്റ്റോറേജ്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഏകദേശം ഒപ്പം ഡിസ്പ്ലേൻ്റെ സൈസ് ഏകദേശം സെയിം ഒക്കെ. അപ്പോൾ ഒരു അങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് നമുക്ക് വേറെ എന്തെങ്കിലും ഇതിൽ വ്യത്യാസം ഉണ്ടോ എന്നുള്ളതും ഇതിനെ കാണാൻ എങ്ങനെയാണ് ഭംഗി, എങ്ങനെയാണ് കാണാൻ ഫോണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് വീഡിയോയിലൂടെ പരിചയക്കാം. അതിൻ്റെ മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എന്നാൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങളെ തേടി എത്തുകയുള്ളൂ. നമുക്ക് നേരെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. നമ്മളിവിടെ അൺബോക്സ് ചെയ്യാനുള്ള രണ്ട് മൊബൈലുകൾ എടുത്തിട്ടുണ്ട്. ഒന്ന് റെഡ്മിൻ്റെ നോട്ട് 9S അതുപോലെ തന്നെ ഹുവായിൻ്റെ Y9S. നമുക്കിത് കിട്ടിയിട്ടുള്ളത് ഹുവായിൻ്റെ Y9S പറയുകയാണെന്നുണ്ടെങ്കിൽ ക്രിസ്റ്റൽ കളറാണ്, അതുപോലെ തന്നെ Y9S പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്ലൂ കളറാണ്. ഏകദേശം ഒരേ ഒരു കളർ എന്ന് പറയാം, എന്നാലും ഒരുപാട് വ്യത്യാസമുണ്ട്. രണ്ടും ബ്ലൂ ആണെങ്കിലും ക്രിസ്റ്റൽ ഏകദേശം ഒരു ബ്ലൂ പോലത്തെ ഒരു കളറാണ്, മറ്റേതൊന്നും ചെറിയൊരു വ്യത്യാസമുണ്ട്. നമുക്ക് ഏതായാലും ഓപ്പൺ ആക്കിയിട്ട് നേരിട്ട് തന്നെ കാണാം. ആദ്യം തന്നെ നമുക്ക് റെഡ്മിൻ്റെ നോട്ട് 9S ഒന്ന് അയച്ചു നോക്കാം. റെഡ്മിൻ്റെ നോട്ട് 9S എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മാർച്ചിൽ അനൗൺസ് ചെയ്തിട്ട് കഴിഞ്ഞ ഏപ്രിലിൻ്റെ അവസാനമായിട്ട് പുറത്തിറങ്ങിയ ഒരു ഫോണാണ് റെഡ്മിൻ്റെ നോട്ട് 9S. പിന്നെ പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു വെയിറ്റ് ഉള്ള ഒരു ഫോണാണ് റെഡ്മിൻ്റെ നോട്ട് 9S. കറക്റ്റ് പറയുമ്പോൾ 209 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ്. നല്ലൊരു വെയിറ്റ് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി 5020 mAh ഉണ്ട്. അതുകൊണ്ടായിരിക്കും ഇത്ര വെയിറ്റ് ഉണ്ടായതെന്ന് തോന്നുന്നു. അടുത്തതായിട്ട് നമുക്ക് ഹുവായി Y9Sൻ്റെ പാക്കിംഗ് ഒന്ന് വിളിക്കാം. ഹുവായി Y9Sന് ആകെ ഈ ഒരു പാക്കിങ്ങിന് ഇവിടെ ഒരു ചെറിയൊരു പ്രൊട്ടക്ഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് അത് കണ്ട് അയച്ചെടുക്കാം. അപ്പോൾ ഇത് രണ്ടും കഴിച്ചപ്പോൾ നമുക്ക് മാറ്റാൻ വന്ന റെഡ്മി നോട്ട് 9S നമുക്ക് നേരിട്ട് മൊബൈൽ കാണാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ മൊബൈൽ കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു പാക്കിംഗ് കൂടി കഴിച്ചെടുക്കുകയാണ്. ഇതാണ് റെഡ്മിൻ്റെ നോട്ട് 9S എന്ന ഫോണ്, ഇതാണ് ഹുവായിൻ്റെ Y9S എന്ന ഫോണ്. നമുക്ക് രണ്ടും പുറത്തേക്ക് എടുത്ത് നോക്കാം. പുറത്തേക്ക് എടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് രണ്ടും ഏകദേശം ഒരു ബ്ലൂ ആണെങ്കിലും കാണാനുള്ളൊരു ഭംഗി നോക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് റെഡ്മിൻ്റെ ഈ ഒരു കളറാണ്. റെഡ്മി നോട്ട് 9S ആണ്. പിന്നെ അതിൻ്റെ ഡിസൈനിങ്ങിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് 3 ക്യാമറയാണുള്ളത്, ഇത് 4 ക്യാമറ ഉണ്ട്. 4 ക്യാമറ അഡീഷണലായിട്ട് LED ഫ്ലാഷ് ഇവിടെ ആയിട്ട് താഴെയായിട്ടുണ്ട്, ഇതിന് അതിൻ്റെ താഴെയായിട്ടുണ്ട്. പിന്നെ മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ചാർജറിനെ പറ്റി ജസ്റ്റ് നോക്കി നോക്കാം. ചാർജർ വരുന്നത് Type-C ആണ്. അതുപോലെ തന്നെ ഹെഡ്ഫോൺ രണ്ടിനും വരുന്നത് താഴെ തന്നെയാണ്. ലൗഡ് സ്പീക്കർ വരുന്നത് 2 ഫോണിനും താഴെ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ സൈസിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വലുത് റെഡ്മിൻ്റെ നോട്ട് 9S ആണ്, ചെറിയൊരു തോതിൽ വലുത്. ഇതിൻ്റെ കറക്റ്റ് സൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ 165.8 ആണ് ഇതിൻ്റെ സൈസ് വരുന്നത്. ഇതിന് 163.1 ഇതിൻ്റെ സൈസ് വരുന്നത്. അപ്പോൾ ആ ഒരു വ്യത്യാസമാണ് നമുക്ക് ഒറ്റനോട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മളിപ്പോൾ ഇതിൻ്റെ മൊത്തത്തിൽ പിന്നെ ഇതിൻ്റെ ബോഡിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഹുവായിൻ്റെ ബോഡി വരുന്നതെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ വരുന്നത് സാധാ ഗ്ലാസ് തന്നെയാണ്, പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ബാക്കിലും ഹുവായിക്ക് ഗ്ലാസ്സാണ് വരുന്നത് ഹുവായിക്ക്. പിന്നെ ഇതിൻ്റെ ഫ്രെയിം വരുന്നത് ഹുവായിൻ്റെ പറയുകയാണെന്നുണ്ടെങ്കിൽ അലൂമിനിയം ഫ്രെയിമാണിത്. ഏകദേശം ഒരു സ്റ്റീലല്ല, ഒരു അലൂമിനിയം ഫ്രെയിമാണ് ഇതിൻ്റെ സൈഡിലായിട്ട് വരുന്നത്. പിന്നെ നമുക്ക് റെഡ്മിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ റെഡ്മിക്ക് ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് ആണ് വരുന്നത്. അതുകൊണ്ട് സ്ക്രാച്ച് ഒന്നും പെട്ടെന്ന് ഉണ്ടാവില്ല എന്ന് കരുതാം നമുക്ക്. പിന്നെ അടുത്തതായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ വരുന്നത് ഇതേമാതിരി തന്നെ ഗൊറില്ല 5 ഗ്ലാസ് ആണ്. അതുകൊണ്ട് ബാക്കിലും പെട്ടെന്ന് നമുക്കൊരു സ്ക്രാച്ചാണത് പേടിക്കേണ്ടിയില്ല. പിന്നെ അടുത്തതായിട്ട് പറയുന്നത് ഇതിൻ്റെ ഫ്രെയിമാണ്. ഫ്രെയിം വരുന്നത് പ്ലാസ്റ്റിക്കാണ് വരുന്നത്. അപ്പോൾ ഇതിന് തമ്മിൽ വ്യത്യാസം പറഞ്ഞാൽ ഇതിൻ്റെ ബോഡിക്ക് തന്നെ ബിൽഡ് ക്വാളിറ്റി എൻ്റെ അഭിപ്രായത്തിൽ ഇതിൻ്റെ ഈ ബോഡിൻ്റെ ഒരു ക്വാളിറ്റിയിൽ നമുക്ക് റെഡ്മി നോട്ട് 9Sനാണ് നമുക്ക് മാറ്റം അറിയാൻ പറ്റും. പിന്നെ ഇതിലെടുത്ത് പറയേണ്ട ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇതിൽ വെള്ളം പെട്ടെന്ന് കയറൂല എന്നുള്ളൊരു പ്രത്യേകത ഇതിലുണ്ട്. അതായത് വെള്ളം ജസ്റ്റ് തെറിക്കണേനോ അങ്ങനെ ഇങ്ങനെയുള്ളതൊന്നും ഇതിൻ്റെ ഇതിൽ കയറൂല എന്നുള്ളത്. ഹുവായി അങ്ങനെ ഒരു കാര്യമൊന്നും പറയുന്നില്ല. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമുക്ക് നോക്കുമ്പോൾ റെഡ്മി നോട്ട് 9S ആണ് നല്ലത്.
അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് ബാക്കിലാണോ എന്നുള്ളതാണ്. ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് വരുന്നത് സൈഡിലാണ്, ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റിനും സൈഡിലാണ്. ഇതിങ്ങനെയുള്ള ഈ കാര്യങ്ങളൊക്കെ ഈ രണ്ട് ഫോണിലും ഒരുപോലെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ലൗഡ് സ്പീക്കർ, ഇതിൻ്റെ ചാർജിങ്, ഇതിൻ്റെ ഈ ഒരു സംഭവങ്ങളൊക്കെ, ഇതിൻ്റെ ഡിസൈനിങ് ഒക്കെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. എന്തിനേറെ പറയണം, ഇതിൻ്റെ പ്രൊട്ടക്ടർ പോലും നമുക്ക് ഒന്നിൻ്റെ ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ഒട്ടിച്ചാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്താൽ പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബാക്ക് മാത്രമാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. പിന്നെ നമ്മൾ നേരത്തെ ഫോണിൻ്റെ സൈസ് പറഞ്ഞു, പക്ഷേ നമ്മൾ ഡിസ്പ്ലേൻ്റെ സൈസ് പറഞ്ഞിട്ടില്ല. ഡിസ്പ്ലേൻ്റെ സൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ റെഡ്മിക്ക് വരുന്നത് 6.67 ഡിസ്പ്ലേ വരുമ്പോൾ ഹുവായിക്ക് വരുന്നത് 6.59 ആണ്. അതായത് ആ കാര്യത്തിലും ഡിസ്പ്ലേൻ്റെ കാര്യത്തിലും ഹുവായി തന്നെയാണ് ചെറുത്. ഫോണിൻ്റെ കാര്യത്തിൽ ഏതായാലും ചെറുതാണ്, ഡിസ്പ്ലേൻ്റെ കാര്യത്തിലും ഹുവായി തന്നെയാണ് ചെറുതായിട്ടുള്ളത്. പിന്നെ എല്ലാവരും വളരെ ആകാംക്ഷയോടെ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സംഭവമാണ് ബാറ്ററീൻ്റെ കാര്യമാണ്. ഇപ്പോൾ എല്ലാവർക്കും ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ ബാറ്ററി ഫോണിൽ നിൽക്കാത്തതാണ് മെയിൻ പ്രശ്നം. ആ ഒരു കാര്യത്തിലും റെഡ്മിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റെഡ്മി 5020 mAh ബാറ്ററി കൊടുക്കുമ്പോൾ ഇവർ 4000 mAh ബാറ്ററി മാത്രമാണ് കൊടുക്കുന്നത്. ഇപ്പോഴത്തെ കാലത്ത് വലിയൊരു ഫോണിന് 4000 mAh ബാറ്ററി എന്ന് പറഞ്ഞാൽ അത് പോരായി തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ പ്രൈസൊക്കെ വെച്ച് നോക്കുമ്പോൾ മറ്റ് സാംസങ്ങിൻ്റെ ഫോണുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് 4000 mAh എന്ന് പറഞ്ഞാൽ ആവറേജ് ആണെന്നുള്ളത് തന്നെയാണ്. പിന്നെ നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ റാം, സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. രണ്ട് ഫോണും 6 GB റാമും അതുപോലെ തന്നെ 128 GB സ്റ്റോറേജ് ഉണ്ട്. പിന്നെ നമുക്ക് ബാക്ക് ക്യാമറയുടെ ഞാൻ കാണിച്ചതൊന്നുമല്ലാതെ ഇതിൻ്റെ മെഗാ പിക്സൽ എത്ര ഉണ്ട് എന്നുള്ളതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. റെഡ്മിക്ക് വരുന്നത് 4 ക്യാമറ വരുന്നുണ്ടെങ്കിലും ഇതിന് നമുക്ക് മെയിൻ ക്യാമറ വരുന്നത് 48 മെഗാ പിക്സലാണ്. പിന്നെ അതോടൊപ്പം തന്നെ അൾട്രാ വൈഡ് വരുന്നത് 8 മെഗാ പിക്സൽ. അപ്പോൾ നമുക്ക് വൈഡൊക്കെ അത്യാവശ്യം ക്ലിയറിൽ തന്നെ നമുക്ക് ഷൂട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ മാക്രോ വരുന്നത് 5 മെഗാ പിക്സലും ഡെപ്ത് വരുന്നത് 2 മെഗാ പിക്സലാണ്. ആ സ്ഥാനത്ത് നമുക്ക് 3 ക്യാമറയുള്ള ഈ ഫോണിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ ക്യാമറ വരുന്നത് 48 മെഗാ പിക്സലാണ്. അപ്പോൾ രണ്ട് ഫോൺ ഒരുപോലെയാണ് ക്യാമറയുടെ കാര്യത്തിൽ. രണ്ടാമത്തെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അൾട്രാ വൈഡ് വരുന്നത് 8 മെഗാ പിക്സലാണ്. പിന്നെ ഡെപ്ത് വരുന്നത് 2 മെഗാ പിക്സലാണ്. ഈ കാര്യങ്ങളിലൊക്കെ അത് ഒരുപോലെ തന്നെയാണ്. പിന്നെ മാക്രോ സെൻസർ പറയുകയാണെന്നുണ്ടെങ്കിൽ മാക്രോ ഇതിൽ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് പിന്നെ അതിനെ പറ്റി നമുക്ക് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ LED ഫ്ലാഷ്, പനോരമ വീഡിയോ ഫീച്ചർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ രണ്ട് ഫോണിലും സപ്പോർട്ടഡ് ആണെന്നുള്ളതാണ്. പിന്നെ ഇത് ലോഞ്ച് ചെയ്തപ്പോൾ ഉള്ള ഇതിൽ ആൻഡ്രോയിഡ് വെർഷൻ എന്ന് പറഞ്ഞാൽ ഹുവായിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ആൻഡ്രോയിഡ് 9 ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഹുവായിൻ്റെ EMUI 9.1 ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ ആ കാര്യത്തിൽ റെഡ്മിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ആൻഡ്രോയിഡ് 10 ആണ്, MIUI 11 ആണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിലും ഇതാണ് ലേറ്റസ്റ്റ്. അപ്പോൾ ഇനിയും അപ്ഡേറ്റ് കിട്ടുന്ന കാര്യത്തിൽ റെഡ്മി തന്നെയാണ് നല്ല ഫോണ്. പക്ഷേ വിലൻ്റെ കാര്യത്തിൽ മാത്രം രണ്ടും ഇപ്പം നമ്മുടെ അടുത്തുള്ളത് രണ്ടിനും ഒരേ വിലയാണെന്നുള്ളതാണ്. പിന്നെ ഞാൻ അടുത്ത കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ക്യാമറൻ്റെ കാര്യത്തിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ക്യാമറ രണ്ടിനും വരുന്നത് 16 മെഗാ പിക്സലാണ് ഫ്രണ്ട് ക്യാമറ രണ്ട് ഫോണിനും വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ ഞാനൊന്ന് കാണിച്ചു തരാം. ഇതിന് ചെറിയൊരു വ്യത്യാസം എന്താ വെച്ചാൽ നമ്മൾ ഇതിൻ്റെ പാക്കിങ് ജസ്റ്റ് ഓപ്പൺ ആക്കി നോക്കാം. ഇതിൻ്റെ റെഡ്മി നമ്മൾ പാക്കിങ് വിളിച്ചത് എന്താ വെച്ചാൽ എന്നാലും ശരിക്കും കാണുള്ളൂ, അതുകൊണ്ടാണ് പാക്കിങ് വിളിച്ചത്. റെഡ്മിൻ്റെ ക്യാമറ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നേരത്തെ ഇതിന് മുമ്പായിട്ട് ഗാലക്സിയിലൊക്കെ കാണിച്ച പോലെ ഇതിൻ്റെ ഫ്രണ്ടിലാണ് ഇത് വരുന്നത്, ക്യാമറ വരുന്നത്. ഫ്രണ്ടിൽ എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേൻ്റെ അകത്താണ് ഇതിൻ്റെ ഈ ഒരു ക്യാമറ വരുന്നത്. ഒരു യു കട്ടിങ്ങോ അങ്ങനെ ഒന്നുമില്ല, ഡയറക്റ്റ്ലി അങ്ങനെയാണ് കാണുന്നത്. ആ സ്ഥാനത്ത് നമുക്ക് ഹുവായിൻ്റെ ഇത് കാണാൻ പറ്റുന്നത്, ഹുവായിൻ്റെ കണ്ടില്ലേ പോപ്പപ്പ് ക്യാമറ എന്നാണ് ഇതിന് പറയാം. അതായത് ക്യാമറ കൊണ്ട് പൊങ്ങിയിട്ട് വരും, ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഇത് പുറത്തേക്ക് വരും. അടുത്തതായിട്ട് ഞാൻ സിമ്മ് ഒന്ന് അയച്ചോ, സിമ്മിൻ്റെ പോർട്ടൊന്ന് അയച്ചോ കാണിച്ചു തരാം. സിമ്മിൻ്റെ പോർട്ട് അയച്ച് കാണിച്ചു തരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റെഡ്മിയിൽ പറയുകയാണെങ്കിൽ 2 സിം കാർഡും ഒപ്പം മെമ്മറി കാർഡും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഇനി അടുത്തതായിട്ട് ഹുവായിൻ്റെ നോക്കാം. ഹുവായി പൊതുവേ നമുക്ക് എപ്പോഴും കിട്ടൽ ഒരു സിം കാർഡും ഒരു മെമ്മറി കാർഡും ആ ഒരു കണ്ടീഷനിലാണ് കിട്ടൽ. ഡുവലാണെങ്കിലും അങ്ങനെയാണ് കിട്ടൽ. ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് ഇതിൽ വരുന്നത് ഒരു സിം കാർഡും ഒരു മെമ്മറി കാർഡും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മെമ്മറി കാർഡ് ഇടൂലാന്നുണ്ടെങ്കിൽ 2 സിം കാർഡ് ഇടാം. പൊതുവേ 128 GB സ്റ്റോറേജ് ഉള്ളതിൽ പിന്നെ മെമ്മറി കാർഡിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. എന്നാലും നമ്മളൊന്ന് പറഞ്ഞെന്നുള്ള വ്യത്യാസം. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ വ്യത്യാസങ്ങൾ, മെയിനായിട്ടുള്ള വ്യത്യാസങ്ങളെന്ന് പറഞ്ഞാൽ. പിന്നെ ഇത്രയും വ്യത്യാസങ്ങൾ ഇതിലുള്ള സ്ഥിതിക്ക് നമുക്ക് ഈ
ഫോണുകളിൽ ഈ ഫോണാണ് എടുക്കാൻ പറ്റിയൊരു ഫോൺ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഫോൺ ഇത് ഇങ്ങോട്ട് ഒരു സൈഡിലേക്ക് തൽക്കാലം നീക്കി വെച്ചിട്ട് നമുക്ക് ബോക്സ് ഒന്ന് അയച്ചു നോക്കാം. ഇതാണ് റെഡ്മീൻ്റെ ബോക്സ്, ഇത് ഹുവായിൻ്റെ ബോക്സാണ്. ഹുവായിൻ്റെ ബോക്സിൽ നിന്ന് ഞാൻ സിമ്മിൻ്റെ പിന്നെ ഞാൻ നേരത്തെ റിമൂവ് ചെയ്ത് ഇവിടെ സിം അയച്ച് കാണിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അത് ഒരു സൈഡിൽ വെക്കുന്നുണ്ട്. ഇതാ നമുക്ക് പാക്കിംഗ് ഒന്ന് കഴിച്ച് നോക്കാം. റെഡ്മി നല്ലൊരു പ്രതീക്ഷയോടുകൂടി പുറത്തിറക്കിയ ഫോൺ തന്നെയാണ്. അതുപോലെ തന്നെ വിചാരിച്ചൊരു വിജയം അവർക്ക് ഈ ഫോണിന്മേൽ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നല്ലൊരു പൗച്ച് തന്നെ, ഒരു സിലിക്കോണിൻ്റെ ഒരു പൗച്ച് റെഡ്മി തന്നെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഫോൺ വാങ്ങി കഴിഞ്ഞാൽ ആരും പൗച്ച് വേറെ വാങ്ങേണ്ട ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല. ആ ഒരു കാര്യത്തിൽ നമുക്ക് ഹുവായിനെയും പരിശോധിക്കാം. ഹുവായും പൊതുവെ പൗച്ച് തരാറുണ്ട്. ഏകദേശം ഒരു ആവറേജിന് മുകളിലുള്ള ഫോണുകളൊക്കെ ഹുവായും പൗച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതാണ്, ഇതിലും ഇതുപോലൊരു പൗച്ച്, ഏകദേശം ഒരുപോലെ തന്നെ ഉള്ള ഒരു പൗച്ച്. പിന്നെ നമുക്ക് ബോക്സിൻ്റെ അകത്ത് മറ്റുള്ള കാര്യങ്ങളിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ റെഡ്മിയിൽ ഒരു ചാർജർ വരുന്നുണ്ട്. ഇത് റെഡ്മി 18 വാട്ട്സ് ഫാസ്റ്റ് ചാർജറാണിത്. 18 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജർ. 18 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജർ 5000 mAh ചാർജ് ചെയ്യുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഏകദേശം 2 മണിക്കൂർ കൊണ്ട് ചാർജ് ചെയ്യുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അത് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. സാധാരണ നമ്മൾ സാംസങ്ങിനെ അപേക്ഷിച്ചിട്ട് നോക്കുമ്പോൾ അങ്ങനെ വരേണ്ടതാണ്. പിന്നെ അതിലുള്ളത് ഒരു ടൈപ്പ് സി ചാർജറും ഉണ്ട്. പിന്നെ ഹെഡ്ഫോൺ ഈ റെഡ്മിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത് ഒരു പോരായ്മയാണ്. അതൊരു പോരായ്മ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിലായിട്ടുള്ളൊരു അനുഭവമല്ല. റെഡ്മി ഇതുവരെ ഹെഡ്ഫോൺ കൊടുത്ത ചരിത്രം എൻ്റെ അറിവിലില്ല. അപ്പോൾ ഇതിലായിട്ടുള്ളൊരു പ്രശ്നമായിട്ട് നമുക്ക് അതിനെ കാണാൻ പറ്റില്ല. പിന്നെ അടുത്തതായിട്ട് ഹുവായിൻ്റെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹുവായിൻ്റെത് 10 വാട്ട്സിൻ്റെ ഒരു നോർമൽ ചാർജറാണ് അവർ കൊടുത്തത്. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടൈപ്പ് സി കേബിളും ഉണ്ട്. പിന്നെ ഹെഡ്ഫോണ് ഇവർ കൊടുത്തിട്ടുണ്ട്, ഹുവായി ഹെഡ്ഫോൺ കൊടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ ഹുവായിൻ്റെ കാര്യത്തിൽ നമ്മളിപ്പോൾ ഈ ഒരു താരതമ്യം ചെയ്യലിൽ ആകെ വിജയിച്ചത് റെഡ്മിയാണെന്ന് തന്നെ പറയാം. കാരണം മിക്ക കാര്യങ്ങളും റെഡ്മിയാണ് ഇതിൽ മുന്നിട്ട് നിന്നിട്ടുള്ളത്. പിന്നെ ആകെ ഒരു ഹെഡ്ഫോൺ എക്സ്ട്രാ ആയിട്ട് കിട്ടിയിട്ടുള്ളത് മാത്രമാണ് ഒരു വ്യത്യാസം വരുന്നത്. അപ്പോൾ നിങ്ങളാരെങ്കിലും ഈ ഫോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു സജഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ റെഡ്മി നോട്ട് 9S ആണ് ഹുവായിനെ അപേക്ഷിച്ചിട്ട്, ഹുവായിൻ്റെ Y9Sനെ അപേക്ഷിച്ചിട്ട് നല്ല ഫോണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഫോണ് ഞാൻ ഓണാക്കി കാണിക്കുന്നൊന്നുമില്ല. കാരണം ഓണാക്കി കഴിഞ്ഞാലും പ്രത്യേകിച്ച് വേറെ എക്സ്ട്രാ ആയിട്ട് വേറെ ഒന്നും പറയാനൊന്നുമില്ല. അതുകൊണ്ട് ഓണാക്കുന്നില്ല. പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്ക് ഇതുപോലുള്ള വീഡിയോകൾ നമുക്ക് അപ്ലോഡ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും മൊബൈൽ ഇതുപോലെ കാണാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ഇട്ടാൽ മതി. നമുക്ക് വീഡിയോ താരതമ്യം ചെയ്യണമെങ്കിൽ താരതമ്യം ചെയ്യണത്, അതുപോലെ അല്ലെങ്കിൽ അൺബോക്സിംഗ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ അൺബോക്സിങ് നമുക്ക് ഈ ചാനലിൽ ഉൾപ്പെടുത്താവുന്നതാണ്. വീഡിയോ പൂർണ്ണമായി കണ്ട എല്ലാവർക്കും നന്ദി. നിങ്ങളെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.